മരണകാരണമായേക്കാവുന്ന മാരക വൈറസ് രോഗമായ സ്ലോത്ത് ഫീവർ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധർ അതീവ ജാഗ്രതയിലാണ്. ഫ്ലോറിഡയിൽ 20 പേർക്കാണ് ഇതുവരെ രോഗം പിടിപെട്ടതായി സ്ഥിരീകരിച്ചത്. അതിൽ 9 എണ്ണവും കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തവയാണ്. രോഗം കൂടുതൽ ആൾക്കാരിലേക്ക് പടരാൻ തുടങ്ങിയതോടെ പുതിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അമേരിക്ക അഭിമുഖീകരിക്കുന്നത്. രോഗവ്യാപനം വർദ്ധിക്കുമോ എന്നും ആരോഗ്യ വിദഗ്ധർ ഭയപ്പെടുന്നു. ഓറപ്പോഷ് എന്ന വൈറസ് പരത്തുന്ന സ്ലോത്ത് ഫീവർ കൊതുക്, ചെറിയ ഈച്ച തുടങ്ങിയവ കടിക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പടരുന്നത്. തെക്കേ അമേരിക്കയിലാണ് ഈ രോഗം പ്രധാനമായും കണ്ടുവരുന്നത്. നിലവിൽ ഫ്ലോറിഡയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗം സ്ഥിരീകരിച്ചവരുടെ ക്യൂബൻ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നാണ് വിവരം. യൂറോപ്പിലും വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് രോഗത്തിന്റെ ആഗോള വ്യാപനത്തിലും ആശങ്കയുണ്ട്. ഓറപ്പോഷ് വൈറസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ മിതമായ രീതിയിലോ ഗുരുതരമായ അവസ്ഥയിലോ കാണപ്പെടാം. വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന സ്ലോത്ത് എന്ന ജീവിയിലാണ് ഈ വൈറസിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത്. തലവേദന, സന്ധിവേദന, മനംപുരട്ടൽ, പനി എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അപൂർവ അവസരങ്ങളിൽ രോഗം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ്, എലിസിഫെലറ്റിസ് എന്നിവയ്ക്കും കാരണമാകാം. ഇത് രോഗികളിൽ കഴുത്തുവേദനയ്ക്കും വിഭ്രാന്തിക്കും ചിലപ്പോൾ മരണത്തിന് പോലും കാരണമാകാം. തലവേദന, വിറയൽ, തൊലിപ്പുറത്ത് തടിപ്പ്, പനി, പേശി സന്ധിവേദന, കണ്ണിൽ വേദന, ഛർദി, വയറിളക്കം, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ രോഗം വന്ന 60% ആളുകളിലും കാണപ്പെടുന്നുണ്ട്. 1955 ആമസോൺ നദീതടത്തിലെ ഓറപ്പോഷ് നദിക്ക് സമീപത്തു നിന്നാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത്. അന്നു മുതൽ ഇതുവരെ ഏകദേശം 5 ലക്ഷം ആൾക്കാർക്കാണ് ഈ രോഗം പിടിപെട്ടത്. തെക്കേ അമേരിക്ക, കരീബിയൻ നാടുകൾ എന്നിവിടങ്ങളിലായിരുന്നു രോഗവ്യാപനം കൂടുതൽ. ഈ വർഷം മാത്രം 8000 പേർക്ക് രോഗം പിടിപെട്ടു. കഴിഞ്ഞ മാസം ബ്രസീലിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾക്ക് രോഗം ബാധിക്കുന്നതിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിനോ ജനിതക വൈകല്യങ്ങൾക്കോ വൈറസ് കാരണമാകാമെന്നും പറയുന്നു. കൊതുക്, ചെറിയ ഈച്ചകൾ തുടങ്ങിയവ കടിക്കുന്നതിൽ നിന്നും സ്വയം പ്രതിരോധിക്കണമെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ അഭിപ്രായം. നിലവിൽ ഓറപ്പോഷ് വൈറസിന് വാക്സിൻ ലഭ്യമല്ല. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. രോഗം പടരുന്ന സ്ഥലങ്ങളിലെ ഗർഭിണികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും കാരണമാകുന്ന രോഗത്തിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യ വിഭാഗം പൊതുജനത്തിന് നൽകുന്ന നിർദ്ദേശം. കൊതുക്, ഈച്ച തുടങ്ങിയവയെ തുരത്തുക എന്നതാണ് രോഗം തടയാനുള്ള പ്രധാന മാർഗം. കൊതുക്, ഈച്ച തുടങ്ങിയവ വീടിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വാതിലിലും ജനലിലും സ്ക്രീനുകൾ ഉപയോഗിക്കുന്നതിലൂടെ രോഗവ്യാപനം ഒരു പരിധിവരെ കുറയ്ക്കാനാകും. ഗുരുതര ലക്ഷണങ്ങളുള്ളവർ വേഗം തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്.